إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم هل أتاك حديث موسى إذ ناداه ربه بالوادي المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. മുഖാലഫത്തുൽ യഹൂദ്. മുഖാലഫത്തുൽ യഹൂദ് എന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. ദീനുൽ ഇസ്ലാമിൻ്റെ വ്യത്യസ്തതയും വ്യതിരിക്തതയുമാണ്. മുഖാലഫത്തുൽ യഹൂദ്, മുഖാലഫത്തുൻ നസാറ, മുഖാലഫത്തുൽ മുശ്രിക്കീൻ. ഇതിലേറ്റവും പ്രധാനമാണ് മുഖാലഫത്തുൽ യഹൂദ്, ജൂതന്മാരോട് എതിരാവുക എന്നത്. ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലികമായ ഭാഗമാണ്. ഇതെന്തിന് പഠിക്കണം എന്ന് ചോദിച്ചാൽ, ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും കൊതിക്കുന്നവരും നിർബന്ധമായും ഇത് അറിഞ്ഞിരിക്കണം. മുസ്ലിമിൻ്റെ പേരും ജൂതന്റെ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന അതിദയനീയമായ ഒരു അവസ്ഥ മുസ്ലിം ലോകത്ത് നമ്മൾ കാണുന്നുണ്ട്, മുസ്ലിമീങ്ങളിൽ കാണുന്നുണ്ട്. അത്തരമൊരു മുസ്ലിം ആകണമെന്നല്ലല്ലോ നമ്മൾ കൽപ്പിക്കപ്പെട്ടത്. ഇന്നി ഉമിർത്തു അൻ അകൂന അവ്വലുൽ മുസ്ലിമീൻ. കൽപ്പിക്കപ്പെട്ടത് നല്ല ഒന്നാം നമ്പർ മുസ്ലിം ആകണമെന്നാണ്. ഏതെങ്കിലും ഒരു മുസ്ലിം ആകണം, പേരിൽ മുസ്ലിം ആകണം എന്നല്ലല്ലോ. അതുകൊണ്ട് ഇസ്ലാം എന്താണ് എന്ന് പഠിക്കണം. മുഖാലഫത്തുൽ യഹൂദ് നമുക്കറിയാം, 17 തവണ നിർബന്ധമായും നമ്മളെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന പ്രാർത്ഥന അവസാനിക്കുന്നത് ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞ. അൽ മഗ്ലൂബ്, ആരാണ് മഗ്ലൂബ്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ ചേർക്ക് പടച്ചോനെ. ഗൈരിൽ മഗ്ലൂബി അലൈഹിം, മഗ്ലൂബിന്റെ മാർഗമല്ല. ആ മഗ്ലൂബ് ആരാണ്? അൽ യഹൂദ്.
ഇത് പറയുന്നവരാണ്. പക്ഷേ നമ്മൾ അറിയാതെ പലതും ജൂതന്റെ പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. വിശ്വാസം, ആചാരം, അനുഷ്ഠാനങ്ങൾ, ഇതിലെല്ലാം ജൂതരോട് എതിരാകണം. ജൂതൻ എന്നൊരു വ്യക്തിയോട് എതിരാകാനല്ല, അവനെ ശത്രുവായി കാണാനല്ല പറഞ്ഞത്. മറിച്ച് ജൂതന്റെ വിശ്വാസം, ജൂതന്റെ ആചാരം, ജൂതന്റെ അനുഷ്ഠാനം അതുണ്ടാകരുത്. അപ്പോഴാണ് ജൂതനോട് നമ്മൾ സാദൃശ്യപ്പെടുന്നത്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഇസ്ലാം അല്ലാത്ത ഇത്തരം ആദർശങ്ങളുടെ, ആശയങ്ങളുടെ ആരെങ്കിലും സാദൃശ്യമായാൽ, ചെയ്താൽ എന്നല്ല, സാദൃശ്യം പോലും പറ്റില്ല. മൻ തശബ്ബഹന, അവൻ അതിൽ പെട്ടുന, അവൻ ആ വിഭാഗത്തിൽ പെട്ടുന, പിന്നെ അവനാണ്. വളരെ ശക്തമായ താക്കീതാണ്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഒരു പുസ്തകം തന്നെ കാണാം, ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം മുഖാലഫത്തു അസ്ഹാബിൽ ജഹീം എന്ന് പറയുന്നൊരു ഗ്രന്ഥം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്ന് അറിയണം. സിറാത്തുൽ മുസ്തഖീം സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അതല്ലാത്തവന്റെ വഴിയെല്ലാം ജഹീമിലേക്കുള്ള വഴിയാ, നരകത്തിലേക്കുള്ള വഴിയാണ്. ആ വഴിയിൽ നിന്ന് ജാഗ്രതയും ശ്രദ്ധയും സൂക്ഷ്മതയും ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കണം. റസൂലിന്റെ ഹദീസുകൾ എങ്ങനെ കാണാം? ഖാലിഫുൽ യഹൂദ്, ഖാലിഫുൽ മുശ്രിക്കീൻ, ഖാലിഫുൽ യഹൂദ വന്നസാറ. എത്ര ഹദീസാ! ഇവരോടൊക്കെ നിങ്ങൾ എതിരാകണം, മുഖാലഫത്ത് ഉണ്ടാകണം. അവരുടെ ആശയവും ആദർശവും വിശ്വാസവും ജീവിതത്തിൽ കടന്നു വരുന്നത് ശ്രദ്ധിക്കണം. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിന്റെ അടിത്തറകൾ ഓരോന്നും, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ കാര്യങ്ങളിൽ പ്രകടമായും ഒക്കെ കാണാം. ബാങ്കിന്റെ കാര്യത്തിൽ മറ്റ് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളുള്ള, പ്രത്യേകിച്ച് ജൂതന്മാരുടെ ആചാരത്തോട് എതിരായിട്ടാണ് ഇസ്ലാമിന്റെ ബാങ്ക് ആരാധനയിലേക്ക് വിളിക്കാൻ ആ ബാങ്കിന്റെ മാർഗം പോലും സ്വീകരിച്ചത് ജൂതരുടെ മാർഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. ഉദിക്കുന്ന സമയം, അസ്തമിക്കുന്ന സമയം നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താണ്? അത് മുഖാലഫത്തുൽ യഹൂദാണ്, ജൂതരോട് എതിരാകലാണ്. നിങ്ങൾ നോമ്പ് നോൽക്കുമ്പോൾ അത്തായം കഴിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താണ്? ഫസ്ലു മാ ബൈന സുയാമിന വസിയാമു അഹ്ലിൽ കിതാബ് ഉക്ലത്തുസ് സഹർ. ക്രിസ്ത്യാനികളുടെ, ജൂതന്മാരുടെ നോമ്പ്, നമ്മളെ നോമ്പ് തമ്മിലെ വ്യത്യാസം അത് അത്തായം കഴിക്കലാണ് എന്ന് പറഞ്ഞു. അത്തായം കഴിക്കണം. അത്തായം കഴിക്കാതെ നോമ്പ് വെച്ചാൽ അത് ജൂതനോട് സദൃശ്യമായി. ഇന്ന് നമ്മൾ 10 നോമ്പനുഷ്ഠിക്കുന്നു, മുഹറം 10. എന്തിനാ ഇന്നലെ 9 അനുഷ്ഠിച്ചത്? ഇന്നലെ അനുഷ്ഠിക്കാൻ കഴിയാത്തവര് നാളെ 11 അനുഷ്ഠിക്കണം എന്ന് പഠിപ്പിക്കാനുള്ള കാരണം എന്താ? വ്യത്യസ്തമാകണം എന്നതുകൊണ്ടാണ്. നോമ്പ് തുറക്കുമ്പോൾ ധൃതി കാണിക്കുക ചെറിയ കാര്യമല്ല. റസൂൽ പറയാണ്, ലാ യസാലുദ്ദീനു ളാഹിറൻ മാ അജ്ജലൻ നാസു അൽ ഫിത്ര ലിഅന്ന അൽ യഹൂദ വൻ നസാറ യുഅഖിറൂൻ. നോമ്പ് തുറക്കുന്നത് ധൃതി കാണിക്കണം. എന്താ കാരണം? അതാണ് ദീനിന്റെ ലാഹിർ. ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരാചാരമാണ് ബാങ്ക് കൊടുത്താലും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുക എന്നുള്ളത്. ധൃതി കാണിക്കണം എന്ന് പറയാനുള്ള കാരണം മുഖാലഫത്തുൽ യഹൂദ് വൻ നസാറയാണ്. റസൂൽ തന്നെ താക്കീത് കാണാം. ഇത് നിസ്സാര കാര്യമല്ല. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റും എന്ന് റസൂലത പറഞ്ഞപ്പോ സ്വഹാബിയോട് ചോദിച്ചു, യാ റസൂലല്ലാ അൽ യഹൂദ് വൻ നസാറ, ഈ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റും എന്ന് പറയും യൂതന്മാരും ക്രിസ്ത്യാനികളാണോ? അപ്പൊ റസൂൽ ചോദിച്ച മറുപടി എന്താണെന്ന് യഖാല ഫമൻ, പിന്നെ ഓരല്ലാതെ മറ്റാരാ എന്നാ ചോദിച്ചത്. പ്രവാചകന്മാരുടെ, മഹാന്മാരുടെ ഖബർ ആരാധനാ കേന്ദ്രമാക്കൽ ആരുടേതാണ്? ലഅനല്ലാഹുൽ യഹൂദ് വന്നസാറ. അല്ലാഹ് ശപിച്ചു ജൂതന്മാരെ. കാരണം എന്താ? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്. അവർ ആഗ്രഹങ്ങൾ തേടി ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, തന്റെ ആവശ്യങ്ങൾ പറയാൻ, സങ്കടങ്ങൾ പറയാൻ, കാര്യങ്ങൾ നേടിയെടുക്കാൻ മഹാന്മാരെ ഖബറിടങ്ങളിലേക്ക് പോയി. അത് ജൂതന്മാരെ പണിയാ. ഹദീസാണിത്. ജൂതന്മാരുടെ ആ വിഷയത്തിൽ മുഖാലഫത്ത് ഉണ്ടാകണം. അവർ ശപിക്കപ്പെടാൻ കാരണം ജൂതന്മാർ അമ്പിയാക്കന്മാർ, അവരെക്കാൾ മഹാന്മാർ വേറല്ലല്ലോ, അവർ ബാക്കിയൊക്കെ അതിന് താഴെയാണ്. അവരുടെ ഖബറുകളെ സുജൂദിന്റെ സ്ഥലമാക്കി മാറ്റിന. ഇന്ന് ഖബറുകളിൽ കാണുന്ന സുജൂദ് അതിൻ്റെതാണ്. അവിടെ കിടന്ന് സുജൂദും റുക്കുഉം ചെയ്യാണ് മനുഷ്യന്മാര്, പ്രാർത്ഥിക്കാണ്, ദുആ ചെയ്യാണ്, ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി അത്തരം കേന്ദ്രങ്ങളിലേക്ക് പോവുകയാണ്. ഇത് ജൂതന്മാരെ പണിയാണ്. ഒരു മുസ്ലിമിന് പാടില്ല. വസ്ത്രങ്ങൾ, ജൂതന്റെ പ്രത്യേക വസ്ത്രം സ്വീകരിക്കരുതെന്ന് പറഞ്ഞു. നമ്മുടെ രൂപത്തിലുണ്ടാകണം. താടി പൂർണ്ണമായും വടിക്കൽ അത് ജൂതനാണ്. ഒരു മുസ്ലിമിന് പാടില്ല. ക്ലീൻ ഷേവ് ചെയ്യൽ.
ഇനി താടി വെക്കുന്നവർ പേരെ താടി വെക്കുകയും മീശ നീട്ടുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു. അഹ്ഫു ഷവാരിബ വഅഫുൽ ലിഹിയ, നിങ്ങൾ താടി നീട്ടുകയും മീശ അത് ചെറുതാക്കി വെട്ടുകയും ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പൊ ക്ലീൻ ഷേവ് ജൂതൻ്റെതാ. ഇനി താടിയുള്ള ആൾക്കാർ തന്നെ മീശയും അതുപോലെ നീട്ടലും പാടില്ല. ഇത് മുഖാലഫത്തുൽ യഹൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ലൈസ മിന്ന, മുഖാലഫത്തുൽ യഹൂദ് എന്തിനു പഠിക്കണം, എന്തിനു അനുഷ്ഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ അത് എന്തിനു വേണം എന്നതിൻ്റെ ഏറ്റവും കർക്കശമായ നിർദ്ദേശം ഈ വായിക്കുന്ന ഹദീസിനോളം ഇനി മറ്റൊരു ഹദീസ് കാണാൻ കഴിയില്ല. ലൈസ മിന്ന, റസൂൽ പറയാ നമ്മിൽപ്പെട്ടവനല്ല, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ടവനല്ല. ആര്? മൻ തശബ്ബബ ബിഗൈരിന, മറ്റുള്ളവരുടെ ആചാരത്തോട് സാദൃശ്യമാകുന്നവർ. എന്നിട്ട് അവസാനിപ്പിച്ചില്ല, റസൂൽ പറഞ്ഞു ലാ തശ്ബഹു ബിൽ യഹൂദി വൻ നസാറ, നിങ്ങൾ ഒരിക്കലും ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും സാദൃശ്യപ്പെടരുത് കേട്ടോ. കർക്കശമായ നിർദ്ദേശം കാണാം. മുഖാലഫത്തുൽ യഹൂദ്, ഇതൊക്കെ മുഖാലഫത്തുൽ യഹൂദ. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? അത് ജൂതന്മാർ ചെയ്ത അക്രമങ്ങളിൽ ഏറ്റവും വലിയ അക്രമം എന്താണെന്നറിയോ? അവരെ വേദഗ്രന്ഥം പഠിച്ചില്ല എന്നുള്ളതാ. അപ്പൊ ജൂതന്മാരോട് മുഖാലഫത്താകുക, ജൂതന്മാരോട് എതിരാവുക എന്ന് പറഞ്ഞാൽ ജൂതന്മാർ അവരുടെ വേദഗ്രന്ഥത്തോട് കാണിച്ച നിലപാട് നമ്മൾ കാണിക്കാൻ പാടില്ല. അത് കാണിച്ചാൽ നമ്മൾ ജൂതന്മാരോട് സാദൃശ്യപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴുതാന്നാ വിളിച്ചത്. വേദഗ്രന്ഥം പഠിക്കാത്തോനെ, അവനവന്റെ വേദഗ്രന്ഥം പഠിക്കാത്തോനെ ഖുർആൻ വിളിച്ച പേര്, അല്ലാഹ് വിളിച്ച പേര് കഴുതാന്നാ. അല്ലദീന മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത്, തൗറാത്ത് വഹിച്ചു, തൗറാത്തിന്റെ ആൾക്കാരാന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊരു വലിയ ഗ്രന്ഥം ഉണ്ടെന്ന് പറഞ്ഞു, പോരിശ പറഞ്ഞു. ആ ഗ്രന്ഥത്തിന്റെ പോരിശ പറഞ്ഞിട്ട് അവരത് പഠിക്കാൻ തയ്യാറായില്ല. സുമ്മലം യഹ്മിലുഹ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. അവര് തൗറാത്ത് ഏറ്റെടുത്ത്, തൗറാത്ത് സ്വീകരിച്ചിട്ട് പിന്നെ അത് ഉൾക്കൊള്ളാനും അത് വഹിക്കാനും അവർ തയ്യാറായില്ല. ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. കമസലിൽ ഹിമാർ. സഹോദരങ്ങളെ, പെരിയിൽ ഖുർആനുണ്ട്, പള്ളിയിൽ ഖുർആനുണ്ട്. ആ ഖുർആൻ എടുത്ത് പഠിക്കാത്തവനെ അല്ലാഹ് വിളിച്ച പേര് കഴുതാന്നാ. ഒരല്പമെങ്കിലും ഹൃദയത്തിൽ ഈമാനും തഖ്വയും ഖുശൂഉം ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലും വലിയൊരു ആയത്തിന് ഖുർആനിൽ വേറെ വേണ്ട. ഖുർആൻ പഠിക്കാത്തവൻ, ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്താത്തവൻ, ആഴ്ചയിൽ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഖുർആൻ പഠിക്കാൻ ഇറങ്ങിപ്പുറപ്പെടാത്തവന് അല്ലാഹ് വിളിച്ച പേര് കഴുതാന്നാ. അല്ലാഹ് വിളിച്ച പേര് അത് ജൂതന്മാരോട് സാദൃശ്യപ്പെടല, ജൂതന്മാരോട് സാദൃശ്യപ്പെടല. ജൂതന്മാരോട് മുഖാലഫത്താകൽ എങ്ങനെ? ഗ്രന്ഥം പഠിച്ചുകൊണ്ടാണ്, ഖുർആൻ പഠിച്ചുകൊണ്ടാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം നടത്തി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ഏത് പ്രതിസന്ധികളിലും അള്ളാഹുവിനെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്കും മനസ്സ് പോകാതെ അദ്ദേഹത്തിന് സബാത്ത് കിട്ടാൻ കാരണം എന്താണെന്നറിയോ? നമുക്ക് കിട്ടാത്തതിന്റെ കാരണം എന്താ? ഈ ഗ്രന്ഥം പഠിക്കാത്തോണ്ടാ. ജൂതന്റെത് എന്താ, ഇസ്ലാമിൻ്റെത് എന്താന്ന് അറിയില്ല. എല്ലാം ഒരുപോലെയാ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത് പേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? മനസ്സിലാക്കണമെങ്കിൽ അത് പഠിക്കണം. അതാണ് ഖുർആനിന്റെ മറ്റൊരു പേര് ഫുർഖാൻ. എന്താ ഫുർഖാനുൽ അളി എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ അസത്യവും സത്യവും ഇങ്ങനെ കൂടിക്കറന്ന് നിൽക്കുമ്പോ എന്താണ് യഥാർത്ഥ ദീനെന്ന് വേർതിരിച്ച് പഠിക്കണം, അങ്ങനെ പഠിപ്പിക്കണം. അതിനാണ് ഖുർആന് ഫുർഖാൻ എന്ന് പേര് വന്നത്. വളരെ ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഖുർആനിൽ 34 സൂറത്തുകളിൽ 136 തവണ ആവർത്തിച്ചു മൂസാ നബിന്റെ കഥ. 136 തവണ മൂസാ നബിന്റെ പേര് പറഞ്ഞു ഖുർആനിൽ ഏറ്റവും കൂടുതൽ. എന്തിനാണ്? ആ സമുദായത്തിന്റെ ആചാരത്തോട്, അവരുടെ ചെയ്തികളോട് സാദൃശ്യമാകരുത്. ഫിർഔൻ പരിശുദ്ധ ഖുർആനിൽ 28 സൂറത്തിൽ 74 തവണ ഫിർഔനിന്റെ പേര് കാണാം. ഖുർആനിലെ 28 സൂറത്തിൽ 74 തവണ ഫിർഔനിന്റെ പേര് പറയാൻ കാരണം എന്താ? ആ ഫിർഔനെതിരെയുള്ള താക്കീതാണ്. എന്താ ഫിർഔൻ പറഞ്ഞത്? ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങൾ കേട്ടു. അല്ലാഹ് പറഞ്ഞു ഹൽ അതാക ഹദീസ് മൂസ. എന്തിനാണ് ഈ ചോദ്യം? മൂസാന്റെ വാർത്ത നിങ്ങൾക്കറിയില്ലേ?
ഹൽ അതാക ഹദീസ് മൂസ, മൂസായുടെ വൃത്താന്തം നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലേ? ഈ ചോദ്യം എന്നോടാ നിങ്ങളോടാ? ഇതെന്തിനാണ് ഈ ചോദ്യം ചോദിച്ചത്? അതുപോലെ ആകരുത്. മൂസാ നബിയുടെ വൃത്താന്തം നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലേ? ആ കഥ നിങ്ങൾക്കറിയില്ലേ? അല്ലാഹു ഖുർആനിൽ ചോദിക്കുക. ഇത് നാദാ റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ, പരിശുദ്ധ താഴ്വരയിൽ നിന്ന് തന്റെ നാഥൻ റബ്ബ് ആ വിളിച്ച സന്ദർഭം, ആ കഥ ഇങ്ങനെ പറഞ്ഞു വരിക, ദൗത്യമേൽപ്പിക്കുക. ഇത് ഹബി ഇലാ ഫിർഔൻ ഇന്നഹു തഗ, ഫിർഔന്റെ അടുക്കിലേക്ക് പോണം, അതിര് വിട്ടിട്ടുണ്ടവൻ. വഹദിയ ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക, ചോദിക്കണം നിനക്ക് നന്നാകണോ, തസ്കിയത്ത് വേണോ? വഹദിയ ഇലാ റബ്ബിക ഫതഖ്ഷ, എന്റെ റബ്ബിന്റെ മാർഗം കാണിച്ചു തരാം, നീ അവനെ ഭയപ്പെട്ടേക്കാം. ഫറാഹുൽ ആയത്തുൽ കുബ്ര, ഏറ്റവും വലിയ ദൃഷ്ടാന്തം അല്ലാഹ് കാണിച്ചു കൊടുത്തു. പല ദൃഷ്ടാന്തങ്ങളുണ്ട് ഖുർആനിൽ, 9 ആയാത്ത്, 9 ആയാത്തുകൾ ഖുർആനിൽ പറഞ്ഞ് മൂസാ നബിക്ക് കാണിച്ചു കൊടുത്ത, അതോരോന്നും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇതൊക്കെയും കാണിച്ചു, ഇതൊക്കെയും അവർ കണ്ടു. ഫകദബ വഅസാ, അനുസരണക്കേട് കാണിച്ചു, കളവാക്കി. തുമ്മ അത് പറയസാ, പിന്തിരിഞ്ഞു പോയി, അതിനെതിരിൽ പ്രവർത്തിച്ചു. ഫഖശറ ഫനാദ, ആളുകളെ വിളിച്ചുകൂട്ടി, ഒരുമിച്ച് കൂട്ടി വിളിച്ചു പറഞ്ഞു, അന റബ്ബുക്കുമുൽ ആല, നിങ്ങൾ മൂസ പറയുന്ന റബ്ബിനല്ല, ഞാനാണ് റബ്ബ്. അന റബ്ബുക്കുമുൽ ആല, അന റബ്ബുക്കുമുൽ ആല. ഈ ഫിർഔൻ ഈ പറഞ്ഞതിന് മറുപടി ഖുർആനിൽ എന്താ പറഞ്ഞറിയോ? സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല, സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല, അന റബ്ബുക്കുമുൽ ആല. ഫിർഔൻ പറഞ്ഞു, അല്ല, നീ അല്ല റബ്ബുൽ ആല. ആരാണ്? സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല പറയാൻ പറഞ്ഞു. അത്യുന്നതനായ എന്റെ റബ്ബാണ്, അവനാണ് ആ റബ്ബ് എന്ന് പറയാ. അതാണ് അതിന്റെ മറുപടിയാ. ഫിർഔൻ പറഞ്ഞ അന റബ്ബുക്കുമുൽ ആലന്റെ മറുപടിയാ സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല. അത്യുന്നതനായ റബ്ബാരാ, അവനെ പ്രകീർത്തിക്കണം, അവനാണെന്ന് പറഞ്ഞു. ഫഹദഹുല്ലാഹു നകാലൽ ആഖിറതി വൽ ഉലാ, ഫിർഔനിനെ പിടികൂടി ശിക്ഷിച്ചു. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ശിക്ഷക്കായി അവനെ പിടികൂടി. ഇന്ന ഫീ ദാലിക ലഇബ്റത ലിമൻ യഖ്ഷാ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ഗുണപാഠമുണ്ട്. ആ ദിവസമാണ് ഇന്ന്, മുഹറം 10. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിർഔനിൽ നിന്ന് മോചിപ്പിച്ച ദിവസമാണ്. എന്താണ് ഘട്ടം നമുക്കറിയാം, കഥ നമുക്കറിയാം, ചരിത്രം കേട്ടവരും പഠിച്ചവരുമാണ്. പക്ഷെ പാഠം ഉൾക്കൊള്ളുന്ന ഇബറത്ത് എന്താ? ഖുർആനിൽ 6 തവണ ആവർത്തിച്ചിട്ടുണ്ട് ഇബറത്ത്, ഗുണപാഠം. പല കാര്യങ്ങളിലാണ് ആ ഗുണപാഠം. മൂസാ നബിയുടെ കഥയിൽ, ഫിർഔനിന്റെ ചരിത്രത്തിൽ നമുക്ക് ഗുണപാഠമുണ്ട്. എന്താണ് ആ ഗുണപാഠം? മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള ഗുണപാഠം. കഥ പറയാനല്ല, കഥ കേൾക്കാനല്ല, ആസ്വദിക്കാനല്ല, മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ ഫിർഔനിന്റെ കഥയിൽ പാഠമുണ്ട്, മൂസാ നബിയുടെ ചരിത്രത്തിൽ പാഠമുണ്ട്. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ഷാ, അള്ളാഹിനെ പേടിക്കുന്ന ആൾക്കാർക്ക് അതിലൊക്കെ ഗുണപാഠമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു വെച്ചു. സഹോദരങ്ങളെ, അപ്പോ ജൂതന്മാരോട് പൂർണ്ണമായും എതിരാകണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിന് മുന്നിലെത്തി. മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞു, ഇന്നാല മുദ്റക്കൂൻ, ഇനി രക്ഷല്ല, പിടിക്കപ്പെടും. ഏറ്റവും ഭയാനകരമായ രംഗം, കൊല്ലപ്പെടുമെന്നുറപ്പാ. തിരിഞ്ഞോടിയാൽ ഫിർഔനും കൂട്ടരുമാണ്, സായുധ സജ്ജരായ വിഭാഗമാണ്, മുന്നിൽ കടലാണ്. മൂസാ നബിയോട് അവർ പറഞ്ഞു, പിടിക്കപ്പെടും, സംശയമില്ല. മൂസാ നബി പറഞ്ഞു, ഇന്ന റബ്ബി മഈ സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്കൊരു മാർഗം കാണിച്ചു തരും. റബ്ബ് ആ മാർഗം കാണിച്ചു കൊടുത്തു. ആ മാർഗമാണ് മൂസാ നബി കടൽ കടന്ന് അപ്പുറത്തെത്തിയതും വടികൊണ്ടടിക്കാൻ പറഞ്ഞതും. കത്തൗദിൽ അളീം, മല പോലെ ആ സമുദ്രം മാറി നിന്നതും വഴിയായതും പിന്നാലെ വന്ന ഫിർഔനും കൂട്ടരും അതിൽ മുങ്ങി മരിച്ചതും. അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാ, വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, ഇതെന്തിനാ? നിങ്ങൾ ഓലപ്പോലെ ആകരുത്. ഫതാല അലൈഹിമിൽ അമദ്, കാലഘട്ടം നീണ്ടുപോയി. ആരെപ്പറ്റിയാന്ന് പറയാ പറഞ്ഞത്? ഖുർആൻ വേദഗ്രന്ഥം പഠിക്കാത്തവരെ പറ്റി, തൗറാത്ത് പഠിക്കാത്ത ജൂതനെ പറ്റിയാ പറയണത്. ഇത് നമ്മളോട് പറഞ്ഞു, ഖുർആൻ പഠിക്കാത്ത നമ്മളോട്. തൗറാത്ത് പഠിക്കാത്ത ജൂതനെ കഴുത എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആൻ പഠിക്കാത്ത നമ്മളെ എന്ത് വിളിക്കണം? നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തുക. തൗറാത്ത് പഠിക്കാത്ത ജൂതനെ അള്ള കഴുത എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആൻ പഠിക്കാത്ത നമ്മളെ അള്ള എന്ത് വിളിച്ചു? നമ്മളെ സ്ഥാനം അള്ളാന്റെ മുന്നിൽ എവിടെ? അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളെ സ്ഥാനം എവിടെ? സഹോദരങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, ലാ തകൂനു കല്ലദീന ആദൗ മൂസ, മൂസയെ ശല്യപ്പെടുത്തിയവരെ പോലെ നിങ്ങൾ ആവരുത്. മൂസയെ ശല്യപ്പെടുത്തിയവരെ പോലെ നിങ്ങൾ ആവരുത്. ആരോട്? നമ്മളെ വിളിച്ച്. മൂസാ നബിന്റെ കൂടെ ഉണ്ടായിരുന്നവരാരാ? ആ കൗമേതാ? അവരെപ്പോലെ നമ്മളാവരുത്. അല്ലാഹു പറയാ ഖുർആനിൽ, ഫബറഹുല്ലാഹു മിമ്മാ ഖാലു, മൂസാ നബിയെ പറ്റി അവർ പലരും പറഞ്ഞു. ആ പറഞ്ഞതിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തിന് മോചനം കൊടുത്തു, മുക്തനാക്കി.
വകാന ഇൻദല്ലാഹി വജീഹ, അള്ളാഹുവിന്റെ അടുക്കൽ മൂസാ നബി ഉത്കൃഷ്ടനാണ്. എന്താ? അവർ പലതും പറഞ്ഞു, മൂസാ നബിയെ ശല്യപ്പെടുത്തി. മൂസാ നബിക്ക് എന്തൊക്കെ, മൂസാ നബി ശരീരം ഏറെ മുഴുവനായും മറച്ചു നടക്കുന്ന ഒരു വ്യക്തിയാണ്. അവർ പറഞ്ഞു, ഇങ്ങനെ നടക്കുന്നത് എന്തോ വെള്ളപ്പാണ്ട് പോലെ എന്തോ ഒരു സാധനം ഉണ്ട്, എന്തോ അസുഖങ്ങളുണ്ട് മൂസാക്ക് എന്നൊക്കെ പറഞ്ഞ് മൂസാ നബിയുടെ വ്യക്തിത്വത്തെ അവരെ കളിയാക്കി പരിഹസിച്ചു, പലതും പറഞ്ഞു. ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരിയുടെ 3404 നമ്പർ ഹദീസിൽ കാണാം, മൂസാ നബിയുടെ ശരീരത്തിൽ ഒന്നുമില്ല എന്നറിയിക്കാൻ മൂസാ നബി കുളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രം ഒരു കല്ലിൽ അഴിച്ചു വെച്ചിരുന്നു. അദ്ദേഹം കുളി കഴിഞ്ഞ് വസ്ത്രം മാറാൻ വേണ്ടി, അദ്ദേഹം കുളിക്കുമ്പോൾ ധരിക്കുന്ന വസ്ത്രം മാത്രമേ ഉള്ളൂ, കുളി കഴിഞ്ഞ് മാറാൻ വേണ്ടി നോക്കിയപ്പോൾ വസ്ത്രക്കല്ല് കാണാനില്ല. ആ കല്ല് അവിടുന്ന് സഞ്ചരിപ്പിച്ചു. ആ കല്ലിനെ മൂസാ നബി ആ കല്ലിന്റെ പിന്നാലെ ഓടി. ആ സമയത്ത് അല്ലാഹു തആല ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ കാണിച്ചു കൊടുത്തു, മൂസാ നബിയുടെ ശരീരത്തിൽ അവർ പറയുന്നത് കയ്യിലും കാലിലും ഒന്നും ഒരു വെള്ളപ്പാണ്ടുമില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു. അല്ലാഹു തആല അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആ കല്ലിനെ അല്ലാഹു സഞ്ചരിപ്പിച്ചു എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഈ സംഭവം കാണാം. 3404 നമ്പർ ഹദീസിൽ കാണാം. മൂസാ നബിയുടെ പ്രാർത്ഥനകൾ കാണാം. സഹോദരങ്ങളെ, നമ്മൾ ഈ ദിവസം മുഹറം 10 നമ്മൾ അറിയേണ്ടത് ജൂതന്മാർ ചെയ്ത മൂസാ നബിയുടെ പ്രാർത്ഥനകളൊക്കെ ഖുർആൻ എന്തിനാ പഠിപ്പിച്ചത്? അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചു. അള്ളാഹ് എന്തു പറഞ്ഞു അത് അപ്രകാരം ചെയ്തു. ഇന്ന് നമുക്ക് ദീനെന്താണ്, ദീനല്ലാത്തത് എന്താണ് എന്ന് തിരിച്ചറിയാതെ പോയത് എന്തുകൊണ്ടാ? ദീന് പഠിക്കാത്തതുകൊണ്ടാ. ജൂതന്മാര് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കൂട്ടിച്ചേർത്തു. അവരെ താല്പര്യത്തിന് പലതും അവർ മതത്തിൽ കൂട്ടിച്ചേർത്തു. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ഇന്ന് ആശുറയുടെ ദിവസം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാട്സപ്പുകളിലൂടെയും സോഷ്യൽ മീഡിയകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക. 70 പ്രാവശ്യം ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ 70 വട്ടം പറയണം. 70 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് 70 തവണ പറയണം. 300 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു അൻതൽ അലിയുൽ ഹൈ ലാ ഇലാഹ ഇല്ല അൻത അങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള പ്രാർത്ഥന 300 വട്ടം പറയണം. 1000 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അസീം യാദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനബി വൽ ആസാം 1000 വട്ടം പറയണം. 1000 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് അല്ലാഹു മിസ്ർ ഷഹവതി അൻ കുല്ലി മുഹരിമിൻ ഹർമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന ദിക്റുകൾ വേറെയും അങ്ങനെ തുടങ്ങിയിട്ട് ഹർസി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇതിലേറെക്കുറൊക്കെ ഹദീസിൽ വന്നു തന്നെയാണ്. പക്ഷേ ഈ 70 വട്ടം 70 തവണ 300 തവണ 41 തവണ 1000 തവണ ഈ 1000 തവണ കൊടുന്ന് കിട്ടിയതാ. നമ്മൾ ദുആഇന്റെ മര്യാദ പറഞ്ഞു വരികയാണല്ലോ. ദുആഇന്റെ മര്യാദയിൽ 11ാമത്തെ മര്യാദ എന്താ അറിയോ? 10 പറഞ്ഞിട്ടുണ്ട്. 11ാമത്തെ ദുആഇന്റെ മര്യാദ തഖ്റാഉ ദുആഇ സലാസന്ന 3 വട്ടം ആവർത്തിക്കാന്ന. ഏത് ദുആയും 3 വട്ടം ആവർത്തിക്കൽ സുന്നത്താ. ഇതാ ദഅ സലാത്തൻ, നബി ദുആ ചെയ്യുകയാണെങ്കിൽ 3 വട്ടം ദുആ ചെയ്യും. വൈദാ സഅല സലാത്തൻ, എന്തെങ്കിലും അല്ലാഹുവോട് ചോദിക്കണം 3 വട്ടം ആവർത്തിക്കും. എന്നാൽ ചിലത് 7 വട്ടം പറഞ്ഞിട്ടുണ്ട്, ചിലത് 10 വട്ടം പറഞ്ഞിട്ടുണ്ട്. പരമാവധി 100 തവണ വരെ ഹദീസിൽ വന്നിട്ടുള്ളൂ. 100ന്റെ മുകളിലേക്ക് ഒരു പ്രാർത്ഥനയും ഹദീസിൽ സ്വഹിയായി വന്നിട്ടില്ല. 100ന്റെ മുകളിലേക്ക് ഈ 300 700 1000 ഒക്കെ ഉടനെ കിട്ടിയത്. ഇതാണ് ജൂതന്മാര് മതത്തിൽ പലതും അവർ ഇഷ്ടപ്രകാരം കടത്തിക്കൂട്ടിയതുപോലെ മുസ്ലിമീങ്ങളും പലതും കടത്തിക്കൂട്ടി ഇസ്ലാമില്. ഇത് തിരിയാതെ പോയത് എന്തുകൊണ്ടാ? ഈ ജൂതനോട് സാദൃശ്യമായതുകൊണ്ടാ. അപ്പം മുസ്ലിം ഒന്നാമത് പഠിക്കേണ്ടത് അവന്റെ ദീന് പഠിക്കുന്നതിന്റെ കൂടെ മുഖാലഫത്തിൽ യഹൂദ് ആദ്യം അവന് പഠിച്ചു വെക്കണം. പലതും കാണാം. ഇപ്പൊ ഒരു ഹദീസ് കാണാം, മസ്തജാറ അബ്ദുൻ മിനൻ നാരി 7 മറ, ഒരാൾ നരകത്തിൽ നിന്ന് 7 തവണ രക്ഷ ചോദിച്ചാൽ ഫി യൗമിൻ, ഒരു ദിവസം, ഇല്ല കാലത്തിൻ നാറ യാ റബ്ബി ഇന്ന അബ്ദക ഫുലാൻ ഖദ് ഇസ്തജാറക മിന്നി ഫാജിർഹു, നിന്റെ എന്നാൽ ഇന്ന അടിമ പടച്ചോനെ എന്നിൽ നിന്നും നിന്നോട് കാവലിനെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നിൽ നിന്നും അവന് കാവലിനെ കൊടുക്കുന്ന നരകം അള്ളാഹിനോട് പറയുന്ന. വലാ യസ്അലുല്ലാഹു അബ്ദുൻ അൽ ജന്നത ഫീ യൗമിൻ 7 മറ, 7 തവണ ഒരാൾ സ്വർഗം ചോദിച്ചാൽ, അള്ളാഹിനോട് ചോദിച്ചാൽ, ഇല്ല കാലത്തിൽ ജന്ന യാ റബ്ബി ഇന്ന അബ്ദക ഫുലാൻ സഅലനി വദ്ഖിൽഹു, അള്ളാഹു നിന്നാൽ ഇന്ന ഫുലാൻ ഇന്ന വ്യക്തി സ്വർഗം എന്നെ ചോദിച്ചിട്ട് നിന്നോട്, അതുകൊണ്ട് നീ അവനെ ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. നരകം പറയും 7 വട്ടം നരകത്തിന് കാവലിനെ ചോദിച്ചു, എന്നിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തണമേ എന്ന് പറയുമെന്ന. അങ്ങനെ 7ന്റെ ഹദീസുണ്ട്, 3ന്റെ ഹദീസുണ്ട്. മൻ ആദ മരീദൻ ലം യുഗ്ഫർ അജലുഹു, മരണാസന്നനല്ലാത്തൊരു രോഗിയെ ആരെങ്കിലും സന്ദർശിച്ചിട്ട് ഫഖാല ഇൻദഹു 7 മിറാർ, 7 വട്ടം ഇങ്ങനെ പറഞ്ഞാൽ, അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫീക് എന്ന് പറഞ്ഞാൽ, ഇല്ല ആഫാഹുല്ലാഹു മിൻ ദാലിക്കൽ മർള, ആ രോഗിക്ക് അല്ലാഹു ശിഫ കൊടുക്കാതിരിക്കൂല, ആഫിയത്ത് കൊടുക്കാതിരിക്കൂല. 7 വട്ടം പറഞ്ഞാൽ മരണാസന്നനല്ലാത്ത ഏത് രോഗിന്റെ അടുക്കലും 7 വട്ടം പറയാം. ഇങ്ങനെ നബി പഠിപ്പിച്ച എണ്ണം ചെയ്യാം. അതല്ലാത്തതൊക്കെ
നമ്മുടെ വക കൂട്ടുന്നു, അത് ബിദ്അത്തായി മാറും, അത് തെറ്റായി മാറും, റസൂലുള്ളാഹിന്റെ ചര്യയിൽ പെടാത്തതായി മാറും. അത് ചെയ്യുക വഴി നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. വളരെയധികം സൂക്ഷിക്കണം, സൂക്ഷ്മത വേണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പം നമ്മൾ മുഹറമിലേക്ക് കടന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ദുൽഹജ്ജ് അള്ളാഹു നമുക്ക് ആയുസ് നീട്ടിയിട്ട് തരട്ടെ. എന്താ ആമീൻ പറയാത്തത്? അള്ളാഹു നമുക്ക് ആയുസ് നീട്ടിയിട്ട് തരട്ടെ, ആഫിയത്തോടുകൂടിയുള്ള ആയുസ് നീട്ടിയിട്ട് തരട്ടെ. ദുൽഹജ്ജ് 10 നമുക്ക് ഉളുഹിയത്ത് ഇറക്കണം. 10, 11, 12, 13 ദിവസങ്ങളിലായിട്ട് ഇറക്കണം. അതിന് വലിയൊരു സുന്നത്താണ്. നമ്മളിപ്പോൾ തന്നെ ഒരു സംരംഭം നിങ്ങൾക്ക് മാസത്തിൽ അതിന് നിങ്ങൾക്ക് ചെറിയ സംഖ്യ അവർക്ക് ഏൽപ്പിച്ച് ചെറിയ സംഖ്യകൾ ഏൽപ്പിച്ച് നമ്മൾ തുടങ്ങുന്നൊരു സംവിധാനമുണ്ട്. അത് ഈ മുഹറം മുതൽ തുടങ്ങുകയാണ്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കാളികളാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആരോഗ്യത്തോടുകൂടി ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ താനൂരിലെ പൗരപ്രമുഖർ നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ട ബഹുമാനനായ TV മുഹമ്മദ് അലി ഹാജി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. നമ്മുടെ ദീനീയ ദഅവത്തിന് വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുള്ള, ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഹാള് ദീനീയ ദഅവത്തിന് വേണ്ടി സൗജന്യമായിട്ടാണ് അദ്ദേഹം നൽകാറുള്ളത്. ഈ അടുത്ത ദിവസവും അവിടെ ഒരു പ്രോഗ്രാം നടക്കാൻ പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ എല്ലാ ഹസനാത്തുകളും കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വർഗത്തിലെ ഉന്നതമായ പദവി നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ നന്മകൾ ഇരട്ടിയായി പ്രതിഫലം നൽകുകയും അദ്ദേഹത്തിന് വല്ല തിന്മകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് അതെല്ലാം വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും കുടുംബത്തിനും അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തെ നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ഖുർആൻ പഠിതാവായ ഒരു സഹോദരൻ്റെ പ്രിയപ്പെട്ട ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു അവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരെ നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവിടെ ഹസനാത്തുകളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. രോഗികളായ ഒരുപാട് ആളുകളുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഖുർആൻ പഠിതാവായ ഒരു സഹോദരി ചെറിയൊരു പരിക്ക് പറ്റിയ വീട്ടിലാണ്. ഇപ്പോഴും അവർക്ക് വരാൻ കഴിയുന്നില്ല. അള്ളാഹു തആല അവർക്ക് ഖുർആൻ പഠിക്കാൻ വരാനുള്ള ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പള്ളിയിൽ ജുമാക്ക് സ്ഥിരമായി വരുന്ന പ്രായമായൊരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കാലിൽ മുറിവുള്ളത് കാരണം അദ്ദേഹത്തിന് പള്ളിയിലേക്ക് വരാൻ കഴിയുന്നില്ല, ജുമാക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല. വളരെ പ്രയാസം പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് രോഗം ശിഫയാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ജുമാക്ക് വരാനും ജമാഅത്തുകൾക്ക് വരാനുമൊക്കെ അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ DNC കഴിഞ്ഞ് വിശ്രമിക്കുന്ന നമ്മുടെ ഒരു സഹോദരി, അള്ളാഹു തആല അവർക്ക് ആഫിയത്തും ആരോഗ്യം രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇടക്കറപ്പുറത്ത് നമ്മുടെ സലാം സാഹിബിൻ്റെ മകൻ ഇപ്പോഴും മെഡിക്കൽ കോളേജിലാണുള്ളത്. അള്ളാഹു തആല ആ പൊന്നുമകന് പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യം രോഗശമനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസകരമായ വേദനയേറിയ എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മളെയും നമ്മളെ പൊന്നുമക്കളെയും നമ്മളെ മാതാപിതാക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ, ഈമാനോടുകൂടി മുസ്ലിമായി മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات واحياهم منهم والاموات انك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اعتق رقابنا من النار ورقاب آبائنا وامهاتنا وازواجنا واخواننا المسلمين اجمعين يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.